ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആർട്ട് ഈസ് മൈ പാഷൻ. നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് പേപ്പറാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പഴയ ഏതെങ്കിലും നോട്ട്ബുക്ക്, നമ്മൾ എഴുതി തീർന്ന കുറേ നോട്ട്ബുക്കൊക്കെ നമ്മുടെ വീട്ടിൽ കാണുമല്ലോ. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു പഴയ നോട്ട്ബുക്ക് എടുക്കുക. അതിനകത്ത് നമ്മൾ എഴുതി തീർന്ന പേപ്പേഴ്സൊക്കെ നമ്മൾ ചുമ്മാ ഒന്ന് വലിച്ചു കീറിയിട്ടല്ല, അതിനകത്തൊന്ന് എടുത്തിട്ട് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം വീഡിയോസ് ഇടാനായിട്ട് കുറച്ച് താമസിച്ച് പോയി. ഒരു 5-6 ദിവസത്തെ ബ്രേക്ക് വന്നിട്ട്, വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് അസൈൻമെൻറ്റ്സ് ആയിട്ട് കുറച്ച് ബിസിയാണ്. അതുപോലെ തന്നെ ഇയർഫോണൊക്കെ ചെറുതായിട്ട് കംപ്ലൈൻ്റ് ആയി. അതുകൊണ്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇടാത്തത്. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം കേട്ടോ. നമ്മളിപ്പോൾ ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മുടെ പേപ്പർ കഷ്ണങ്ങൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ട് ഒന്ന് കുറച്ചും കൂടി ഒന്ന് സോക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ എത്ര നേരം സോക്ക് ചെയ്യുന്നോ അത്രയും വെള്ളം ആ ഒരു പേപ്പർ കുടിക്കുമല്ലോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഈ മുറിച്ചിട്ട പേപ്പർ നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ്. ഗ്രൈൻഡ് ചെയ്യുമ്പോഴേ നമ്മൾ കുറച്ച് ഇടുമ്പോഴത്തേക്കും തന്നെ നല്ല വെള്ളം ഇത് കുടിക്കുന്നുണ്ട്. കാരണം ഞാൻ കുറച്ച് നേരമാണ് ഇത് സോക്ക് ചെയ്തോളൂ. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ച് നിങ്ങൾ അധികം വെള്ളം ഇത് ഗ്രൈൻഡ് ചെയ്യാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പേപ്പർ കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് അതിൻ്റെ ഏതോ ക്വാണ്ടിറ്റി കിട്ടും. നമ്മൾ അത്രയും പേപ്പർ എടുത്തോളൂ. പക്ഷേ നമുക്കൊരു 2 ബൗൾ നിറച്ച് നമുക്ക് എന്താ പറയുക ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് നിലത്തേക്ക് നമ്മളൊരു ന്യൂസ് പേപ്പർ വിരിക്കുകയാണ്. ന്യൂസ് പേപ്പറിന് 2-3 ലെയർ ഒന്ന് വിരിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം വെള്ളം അത്രയും പെട്ടെന്ന് വലിഞ്ഞെടുക്കുമല്ലോ. അപ്പോൾ അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മളിടുന്നത് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു കോട്ടൺ തുണിയാണ്. അപ്പോൾ കോട്ടൺ തുണിയിൽ കഴിവതും ചുളിവുകളൊന്നും ഇല്ലാത്ത ഇടുക. ഞാനിപ്പോൾ എടുത്തപ്പോൾ കുറച്ച് ചുളിവുകളുണ്ട്, പക്ഷേ അത് സാരമില്ല, നമുക്ക് വേറെ തുണി നോക്കിയിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ 2 ബൗൾസിലാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് നമ്മളിങ്ങനെ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ പേപ്പറിൻ്റെ പൾപ്പ് ഇവിടെ ഉള്ളത്. ഇത് ഹോം മെയ്ഡ് പേപ്പറിന് ചെയ്യുന്നതിനാട്ടോ. അപ്പോൾ അത് നമ്മൾ എഴുതിയ പേപ്പറൊക്കെ ആകുമ്പോഴും പിന്നെ എല്ലാ പേപ്പറിനും ചില പേപ്പേഴ്സൊക്കെ എടുക്കുമ്പോഴത്തേക്കും കളർ വ്യത്യാസപ്പെട്ടിരിക്കും കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നതിനകത്ത് എഴുതിയതൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഒരു എന്താ പറയുക, ഒരു ബ്ലൂവിഷ് കളറാണ്. പക്ഷേ അത് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ചെയ്തെടുത്ത് കഴിയുമ്പോൾ അതിന് അങ്ങനെ കളർ വരുത്തൊന്നുമില്ല, നല്ല വൈറ്റ് കളർ തന്നെയാണ് വരുന്നത്. അതിനുശേഷം നമ്മൾ ആ വിരിച്ചിട്ട പേപ്പറിന് മുകളിൽ നമ്മൾ വീണ്ടും ഒരു ക്ലോത്ത് കൂടി വിരിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിനകത്തേക്ക് നമ്മളിങ്ങനെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പൾപ്പ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് വിടർത്തി അല്ലെങ്കിൽ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് സ്പൂൺ വെച്ചിട്ട്. അപ്പോൾ ചെറിയ ഒരു കട്ടിക്ക് മതി കേട്ടോ, അധികം കട്ടിക്ക് ഇടണ്ട. അപ്പോൾ അത്യാവശ്യം ചെറിയൊരു കട്ടിക്ക് ഇട്ടിട്ട് നമ്മൾ സ്പൂൺ വെച്ചൊന്ന് ആദ്യം ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട്. നിങ്ങൾക്ക് എത്ര അളവിലാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് A2 സൈസ് അല്ലെങ്കിൽ A3 സൈസിലുള്ള ഒരു 2 പേപ്പറാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അത്രയും കുറച്ച് എന്താ പറയുക, അത്ര കുറച്ച് പേപ്പർ കൊണ്ട് തന്നെ കുറേ നമുക്ക് ചെയ്തെടുക്കാം. നല്ല ക്വാണ്ടിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം. അപ്പോൾ ആ 2 ബൗൾ നിറച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് പേപ്പർ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മളത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ. പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും വിടവുകളുള്ള ഭാഗത്ത് കുറച്ചും കൂടി നമ്മൾ ആ ഒരു പൾപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ എത്രയാണോ സൈസ് ഞാൻ പറഞ്ഞില്ലേ, ആ സൈസിനനുസരിച്ച് നമ്മൾ പരത്തി കൊടുക്കുക. അധികം കട്ടിക്ക് വേണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ അധികം കട്ടിക്ക് നിങ്ങൾ പരത്തേണ്ട, എന്താ പറയുക, ഒരു മീഡിയം കട്ടിക്കൊന്ന് പരത്തി കൊടുക്കുക ചെറുതായിട്ട്. അപ്പോൾ ഒരിടത്തും വിടവുകളൊന്നും വരാതെ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് അതിട്ട് കൊടുത്തൊന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പുറത്തേക്ക് നമ്മൾ ഒരു കോട്ടൻ്റെ ക്ലോത്ത് ഒന്നുകൂടി ഇടുകയാണ്. അപ്പോൾ നമ്മൾ കോട്ടൻ്റെ ക്ലോത്ത് ഇട്ടതിന് ശേഷം നമ്മൾ ഒന്നുകൂടി ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഇവിടെ എടുക്കുന്നത് ചപ്പാത്തി പലകയാണ്. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഉരുട്ടേണ്ട സംഭവം ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് അത് ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് ഈ പൾപ്പിനെ മൊത്തം ഒന്ന് പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. കുഴപ്പമില്ലാത്ത രീതിക്കൊന്നും നമ്മൾ എല്ലാ സൈഡിലേക്കൊന്നും പരത്തി കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും ഈവനായിട്ട് തിക്നെസ് വരത്തക്ക വിധത്തിൽ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. പരത്തി കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ നമ്മൾ ഒത്തിരി വെള്ളം അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു കുറച്ച് ക്വാണ്ടിറ്റി ഇടുന്നെങ്കിൽ പോലും അതിന് നല്ല വെള്ളം അത് കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ പുറത്ത് 2-3 ലെയർ പേപ്പർ ഇട്ട് അതുകൂടി ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. കാരണം ആ വെള്ളം പേപ്പർ പെട്ടെന്ന് സക്ക് ചെയ്തെടുത്ത് ആ പേപ്പർ ഒന്ന് മാറ്റി നമ്മളൊന്നും കൂടി ഒന്ന് പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഉണങ്ങാനായിട്ട് ഏകദേശം 4 ദിവസം എടുക്കും കേട്ടോ. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടാണ് 4 ദിവസം എടുത്തത്. അല്ലെങ്കിൽ ഒരു 2 ദിവസം കൊണ്ട് നമുക്കിത് ഉണങ്ങി കിട്ടും. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇത് നിങ്ങൾ ഒരിക്കലും വെയിലത്ത് വെച്ച് ഉണക്കരുത്. വെയിലത്ത് വെച്ച് ഉണക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചർ മാറിപ്പോയി ചിലത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരെണ്ണം പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നല്ല എന്ന് വെച്ചാൽ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ക്ലോത്തിന് മുകളിലിട്ട് ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, ചുളിവുകളൊക്കെ ഈ പേപ്പറിലേക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈവനായിട്ട് നിങ്ങൾ നല്ലൊരു തേച്ചിട്ടുള്ളൊരു ക്ലോത്തിന് പുറത്തിടാണ് അതാട്ടോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഉണങ്ങിയ നമ്മുടെ എന്താ പറയുക ഹാൻഡ് മെയ്ഡ് പേപ്പർ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനുള്ള സൈസിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ല കട്ടിയുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല എന്താ പറയുക A3 സൈസ് നല്ല
A3 സൈസുള്ള പേപ്പറിൻ്റെ കട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ, ഐവറി ഷീറ്റിൻ്റെയൊക്കെ. അപ്പോൾ അതിനേക്കാൾ അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കിഡിലിനായിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കി, ഇപ്പോൾ കിഡിലിനൊരു പേപ്പറായിട്ടില്ലേ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഹാൻഡ് മെയ്ഡ് പേപ്പർ എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യും ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ നമ്മുടെ ഹാൻഡ് മെയ്ഡ് പേപ്പറിൽ നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ വെച്ച് നമുക്ക് ചുമ്മാ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് അസൈൻമെൻറ്റിന് വേണ്ടി ചെറിയൊരു പാറ്റേൺ ചെയ്തെടുക്കാനുണ്ട്. അതുകൊണ്ട് ചെറിയൊരു പാറ്റേൺ നമ്മുടെ ആ ഒരു ഹാൻഡ് മെയ്ഡ് പേപ്പറിൽ ഇപ്പോൾ തന്നെ ചെയ്ത് നിങ്ങളെ കാണിച്ച് തരികയാണ്. ഞാനിപ്പോൾ ആക്രിലിക് കളറാണ് മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു എന്താ പറയുക പാറ്റേൺ, എൻ്റെ അസൈൻമെൻറ്റിന് വേണ്ടിയുള്ള ഒരു പാറ്റേൺ ആയിരുന്നു ഇത്. അപ്പോൾ അത് നിങ്ങളെ കൂടി കാണിച്ച് തരികയാണ്. അപ്പോഴേ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി നിങ്ങൾ മറക്കരുത് കേട്ടോ. പിന്നെ എന്തായാലും നിങ്ങൾ ഹാൻഡ് മെയ്ഡ് പേപ്പർ ഒന്ന് ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ എന്താ പറയുക, നമ്മുടെ വേസ്റ്റായി കളയുന്ന നമ്മൾ പേപ്പർ ഇത് കളയണ്ട. നമ്മളിപ്പോൾ എഴുതിയ ബുക്കിൻ്റെ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിഡിലിനായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ അടുത്തൊരു ദിവസം വേറെ കിഡിലിന് വീഡിയോ ആയിട്ട് വരുന്നവരെ ഇറ്റ്സ് മീ ഡിനിറ്റ് പി നോബിൾ സൈനിങ് ഔട്ട് ഫ്രം ആർട്ട് ഈസ് മൈ പാഷൻ.